കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യാം അല്ലേ? എന്തൊക്കെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? പൂവൻ കോഴിയുടെയും പിടക്കോഴിയുടെയും പ്രത്യുൽപാദന വ്യവസ്ഥ പഠിച്ചു. മറ്റു മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലായി അല്ലേ? ഒരു മുട്ടയുടെ രൂപീകരണം എങ്ങനെയെന്ന് അറിയാമല്ലോ അല്ലേ? പ്രകാശത്തിന് മുട്ട ഉൽപാദനത്തിലുള്ള പങ്ക് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇഫക്റ്റീവ് എക്സ് അല്ലെങ്കിൽ മുട്ടയിലെ അപാകതകൾ എന്തൊക്കെയാണ്? ഡബ്ല്യൂഡെക്സ്, യോക്ലെസ് എഗ്, പെയിലിയോക് എഗ്സ് തുടങ്ങിയവ അല്ലേ? മുട്ട ഉൽപാദനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓർക്കുന്നുണ്ടോ? ബ്രീഡ്, ഏജ്, മോർട്ടാലിറ്റി റേറ്റ്, ബോഡി വെയ്റ്റ് മുതലായവ മുട്ട ഉൽപാദനത്തെ ബാധിക്കും അല്ലേ? കള്ളിങ് എന്നാൽ എന്താണ്? രോഗം ബാധിച്ചവയെയും ഉൽപാദനം കുറഞ്ഞവയെയും കൂട്ടത്തിൽ നിന്ന് മാറ്റുന്നത് അല്ലേ? ഏതൊക്കെയാണ് രണ്ട് മാർഗങ്ങൾ? മാസ് കള്ളിങ്ങും സെലക്റ്റീവ് കള്ളിങ്ങും അല്ലേ? കള്ളിങ്ങിന്റെ ഗുണങ്ങൾ പഠിച്ചു. കള്ളിങ് നടപ്പിലാക്കാൻ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് നോക്കാം. മോൾട്ടിങ്ങിനെയും അപ്പിയറൻസിനെയും അടിസ്ഥാനമാക്കിയുള്ള കള്ളിങ് എങ്ങനെ എന്ന് നാം പഠിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും നന്നായി പഠിച്ചു എന്നും വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലേയിങ് ഓഫ് എഗ്സ് ബൈ ലേയേഴ്സ് എന്ന ടോപ്പിക്കിൻ്റെ തുടർ പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. മുട്ടക്കോഴികളുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങൾ, അതായത് ടെക്നിക്കൽ ടേംസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ക്ലച്ച്. എ ക്ലച്ച് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എഗ്സ് ലേഡ് ബൈ എ ഹെൻ ഓൺ കൺസിക്യൂട്ടീവ് ഡേയ്സ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇടുന്ന മുട്ടകളുടെ എണ്ണത്തെ ആണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് സ്പീഷീസിനനുസരിച്ചും ബ്രീഡിനനുസരിച്ചും വ്യത്യാസം വരും. മുട്ടക്കോഴികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അറിയാൻ കഴിയും, തുടർച്ചയായ ദിവസങ്ങളിൽ മുട്ട ഇട്ടതിന് ശേഷം ഒരു ദിവസം ഗ്യാപ്പ് വരാറുണ്ട്. കാരണം മുട്ട രൂപീകരിക്കാൻ 23 മുതൽ 25 മണിക്കൂറിലധികം സമയം വേണ്ടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മോൾട്ടിങ്. മോൾട്ടിങ് ഈസ് ദ ആക്ട് ഓഫ് ഷെഡിങ് ആൻഡ് റിന്യൂവൽ ഓഫ് ഫെദേഴ്സ് ഇൻ ബേർഡ്സ്. കോഴികളുടെ തൂവലുകൾ കൊഴിഞ്ഞു പോവുകയും പുതിയവ വരികയും ചെയ്യുന്ന പ്രോസസ്സാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. ഇത് ലേയേഴ്സിൽ, അതായത് മുട്ടക്കോഴികൾ വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നു. ഇതിന് ഒരു ഓർഡറുണ്ട്: ഹെഡ്, നെക്ക്, ബോഡി, വിങ്, ടെയിൽ. ഇതാണ് ഓർഡർ. നമ്മൾ നല്ല ഉൽപ്പാദനമുള്ള മുട്ടക്കോഴികളെ ലേറ്റ് ആൻഡ് ഫാസ്റ്റ് മോൾട്ടേഴ്സ് എന്ന് പറയും. അതായത് ഒരു വർഷമുള്ള ഉൽപ്പാദന കാലാവധിയുടെ ഏകദേശം അവസാനം തൂവലുകൾ പൊഴിഞ്ഞു പോവുകയും വളരെ പെട്ടെന്ന് തിരികെ വരികയും ചെയ്യും. ഈ സമയത്ത് അവ മുട്ട ഇടുകയും ചെയ്യും. മുട്ട ഉൽപ്പാദനം കുറഞ്ഞവ ഉൽപ്പാദന കാലയളവിൻ്റെ പകുതിയിലെത്തുന്നതിന് മുന്നേ തന്നെ മോൾട്ടിങ് ആരംഭിക്കുകയും വളരെ പതുക്കെ തൂവലുകൾ വരികയും ചെയ്യും. എന്നാൽ ഈ കാലയളവിൽ അവ മുട്ട ഉൽപ്പാദിപ്പിക്കുകയും ഇല്ല. ബ്ലീച്ചിങ്. പ്രോസസ് ഓഫ് ലോസിങ് പിഗ്മെന്റ്സ് in definite order, mainly in yellow-skinned birds, starting from vent, earlobe, beak and shank, is called bleaching. പ്രത്യേകിച്ചും യെല്ലോ സ്കിന്നുള്ള കോഴികളിൽ അതിൻ്റെ നിറം ഒരു പ്രത്യേക ഓർഡറിൽ നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. വെന്റ്, ഇയർലോബ്, ബീക്ക്, ഷാങ്ക് എന്ന ഓർഡറിലാണ് നഷ്ടമാകുന്നത്. മുട്ടക്കോഴികളുടെ ഉൽപ്പാദനം തീരുന്ന സമയത്ത് ഇതേ ഓർഡറിൽ തിരിച്ചു വരുന്നതായി കാണാം. ഈ പിഗ്മെന്റ്സ് കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിന്, അതായത് മുട്ടയുടെ മഞ്ഞയുടെ രൂപീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ പിഗ്മെന്റ്സ് നഷ്ടമാകാൻ കാരണം. അപ്പോൾ കൂടുതൽ മുട്ട ഉൽപ്പാദനമുള്ള കോഴികൾക്ക് കൂടുതൽ പിഗ്മെന്റ്സ് നഷ്ടമാകുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഇവ ഒരു മുട്ട ഉൽപ്പാദക സൂചകമായി ഉപയോഗിക്കുന്നു. അതായത് ഇൻഡിക്കേറ്റർ ഓഫ് എഗ് പ്രൊഡക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. ലെയർ പ്രൊഡക്ഷൻ ഇൻഡിസസ്, അതായത് മുട്ടക്കോഴികളുടെ ഉൽപ്പാദനം കണക്കാക്കുന്ന ചില സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, മുട്ട ഉൽപ്പാദനം കണക്കാക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു? 2 പ്രധാന മാർഗങ്ങളാണ്: ദിവസേന ഉള്ളതോ ആഴ്ചതോറുമുള്ളതോ അല്ലെങ്കിൽ ഉൽപ്പാദന കാലയളവായ ഒരു വർഷം ഉള്ളതോ ആയ കണക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഹെൻ ഡേ എഗ് പ്രൊഡക്ഷനും ഹെൻ ഹൗസ്ഡ് എഗ് പ്രൊഡക്ഷനും.
ഹെൻ ഡേ എഗ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നത് hen day egg production അല്ലെങ്കിൽ HDEP is equal to total number of eggs produced in a day or during a period divided by total number of hens present in that day or during the period into 100. അതായത് ദിവസേനയുള്ള മുട്ട ഉൽപ്പാദനമാണ് കണക്കാക്കുന്നതെങ്കിൽ അന്ന് ഉൽപ്പാദിപ്പിച്ച മുട്ടയുടെ എണ്ണത്തെ അന്നുണ്ടായിരുന്ന കോഴികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്ന വാല്യൂ 85% കൂടുതലോ ആയിരിക്കണം. ഇത് പെർസെൻറ്റേജിലാണ് കണക്കാക്കുന്നത്. ഒരു ഫാമിൽ അന്നുണ്ടായിരുന്ന ബേർഡ്സിൻ്റെ ഉൽപ്പാദന ശേഷിയെ ഇത് സൂചിപ്പിക്കുന്നു. കാരണം എത്ര കോഴികൾ ചത്തുപോകുന്നോ, എത്ര കോഴികളെ ആ ഷെഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നോ അത് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മുട്ട ഉൽപ്പാദനം കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ മെത്തേഡ് hen housed egg production HHEP is equal to total number of eggs laid on a day or during the period divided by total number of hens housed at the beginning of laying period. ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ആ പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ മുട്ടകളുടെ എണ്ണത്തെ ആ ഫാമിൽ ആ ലേയിങ് സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് പാർപ്പിച്ച കോഴികളുടെ എണ്ണത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സാധാരണ ഇത് നമ്പേഴ്സ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. HHEP വാല്യൂ 295 കൂടുതലോ ആണെങ്കിൽ ആ ഫാം ലാഭത്തിലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ 80% എങ്കിലും ഉണ്ടാവണം. ഒരു കാലഘട്ടത്തിൽ മോർട്ടാലിറ്റി ഒന്നും ഇല്ല എങ്കിൽ HDEPയും HHEPയും തുല്യമായിരിക്കും. എഗ് പ്രൊഡക്ഷൻ ഇൻഡിസസിലെ രണ്ടാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എഗ് മാസ്. ഇവിടെ ഒരു കോഴി ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയുടെ ശരാശരി ഭാരം കണക്കാക്കുന്നു. HDEPയിലും HHEPയിലും നമ്മൾ എഗ്ഗിൻ്റെ വെയിറ്റ് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലോക്കുകൾ തമ്മിലും സ്ട്രെയിനുകൾ തമ്മിലും താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. ആവറേജ് എഗ് മാസ് പെർ ഹെൻ പെർ ഡേ ഇൻ ഗ്രാംസ്, അതായത് ഒരു കോഴി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയുടെ ശരാശരി ഭാരം കണക്കാക്കാൻ %HDEP ഇൻറ്റു ആവറേജ് എഗ് വെയിറ്റ് ഇൻ ഗ്രാംസ്. HDEPയെ ശരാശരി മുട്ടയുടെ ഭാരം കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന വാല്യൂ ആണ് എഗ് മാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫീഡ് എഫിഷ്യൻസി ഓർ ഫീഡ് കൺവേർഷൻ റേഷ്യോ, തീറ്റ പരിവർത്തന ശേഷി. ഇത് നമ്മൾ ബ്രോയിലേഴ്സിലും കണക്കാക്കാറുണ്ട്. ബ്രോയിലേഴ്സിനെ സംബന്ധിച്ച് ഫീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് റിക്വയർഡ് ടു പുട്ട് യൂണിറ്റ് ലൈവ് ബോഡി വെയിറ്റ്, അതായത് 1 കിലോഗ്രാം ഇറച്ചി ഉൽപ്പാദിപ്പിക്കാൻ എത്ര തീറ്റ ആവശ്യമായി വരുന്നു. ബ്രോയിലേഴ്സിന് 1.8 മുതൽ 2 കിലോഗ്രാം ഫീഡ് 1 കിലോഗ്രാം ബോഡി വെയിറ്റ് വയ്ക്കുന്നതിനാവശ്യമായി വരുന്നു. അതാണ് ഒരു പ്രോഫിറ്റബിൾ ഫാമിൽ കിട്ടേണ്ട വാല്യൂ. മുട്ടക്കോഴികളുടെ തീറ്റ പരിവർത്തന ശേഷി കണക്കാക്കുന്നത് 2 രീതിയിലാണ്. ഫീഡ് എഫിഷ്യൻസി പെർ കിലോഗ്രാം എഗ് മാസും ഫീഡ് എഫിഷ്യൻസി പെർ ഡസൻ എഗ്സും. അതായത് 1 കിലോഗ്രാം മുട്ട ഉൽപ്പാദിപ്പിക്കാനും 1 ഡസൻ മുട്ട ഉൽപ്പാദിപ്പിക്കാനും ആവശ്യമായ തീറ്റയുടെ അളവ്. ഫീഡ് എഫിഷ്യൻസി പെർ കിലോഗ്രാം എഗ് മാസ് ഇസ് ഈക്വൽ ടു കിലോഗ്രാം ഓഫ് ഫീഡ് കൺസ്യൂം ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ എത്ര തീറ്റ എടുക്കുന്നു, മുട്ടയുടെ വെയിറ്റ്, എത്ര മുട്ട ഉൽപ്പാദിപ്പിച്ചു എന്നിവ കണക്കാക്കുന്നു. എത്രത്തോളം തീറ്റ കഴിക്കുന്നുവോ അതിനെ ഉൽപ്പാദിപ്പിച്ച മുട്ടയുടെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 2.2 അതിൽ കുറവോ ആണ് എങ്കിൽ ആ ഫാം ലാഭത്തിലാണ് എന്ന് പറയാം. ഫീഡ് എഫിഷ്യൻസി പെർ ഡസൻ എഗ്സ്, ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് ഇൻ കിലോഗ്രാംസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 1 ഡസൻ ഓഫ് എഗ്സ്. 1 ഡസൻ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ തീറ്റയുടെ അളവ് കിലോഗ്രാമിൽ കണക്കാക്കുന്നു. ഇവിടെ
എത്ര തീറ്റ കഴിക്കുന്നുവെന്നും എത്ര മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു എന്നും കണക്കാക്കുന്നു. FCR per dozen eggs is equal to kilogram of feed consumed into 12 divided by total eggs produced. എത്രത്തോളം തീറ്റ കഴിച്ചു അതിനെ 12 കൊണ്ട് ഗുണിക്കുകയും ആ കിട്ടുന്ന വാല്യൂവിനെ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ മുട്ടകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. 1.5 അതിൽ കുറഞ്ഞ വാല്യൂ കിട്ടുവാണെങ്കിൽ ആ പൗൾട്രി ഫാം ലാഭത്തിലാണ് എന്ന് പറയാം. തീറ്റ പരിവർത്തന ശേഷി ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കോഴികളുടെ ജനിതക ശേഷി, അതായത് ജനറ്റിക് പൊട്ടൻഷ്യൽ, ക്വാളിറ്റി ഓഫ് ഫീഡ്, കൊടുക്കുന്ന തീറ്റയുടെ ഗുണമേന്മ, തീറ്റയിൽ ചേർക്കുന്ന ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, അവിടുത്തെ ക്ലൈമറ്റ്, ആ ഷെഡിൽ കൊടുക്കുന്ന ഫ്ലോർ സ്പേസ് മുതലായവയാണ് അത്. മാനേജ്മെന്റൽ പ്രാക്ടീസസ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി എഗ്സ്, നല്ല ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പരിപാലനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് പറയുന്നത്. 1. ബ്രീഡ്. മുട്ടക്കോഴിയുടെ ബ്രീഡ് അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കും. 2. ഏജ്. 1 വർഷം ആണ് മുട്ട ഉൽപ്പാദന കാലയളവ്. ആദ്യ വർഷം മുട്ടയുടെ സൈസ് കൂടുന്നതായും ക്വാളിറ്റി നിലനിർത്തുന്നതായും കാണുന്നു. 3. ഫീഡ്. മുട്ടയുടെ ക്വാളിറ്റിയും കമ്പോസിഷനും, അതായത് ഗുണമേന്മയും ഘടനയും നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു സമീകൃത തീറ്റ കൊടുക്കുകയാണ് എങ്കിൽ നല്ല ഗുണമേന്മയുള്ള മുട്ട ലഭിക്കുന്നു. 4. ഹൗസിംഗ് ആൻഡ് മാനേജ്മെന്റ്. നല്ല പരിപാലനം നൽകുകയാണ് എങ്കിൽ മുട്ട ഉൽപ്പാദനത്തിലും അത് കാണാൻ സാധിക്കും. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ ഒരു കോഴിക്ക് അല്ലെങ്കിൽ 5 കോഴികൾക്ക് ഒരു നെസ്റ്റ് ബോക്സ് എന്ന കണക്കിൽ നൽകുകയും ലിറ്റർ മെറ്റീരിയൽസും നെസ്റ്റിംഗ് മെറ്റീരിയൽസും നല്ല വൃത്തിയുള്ള ഉണങ്ങിയ മെറ്റീരിയൽസ് ആയിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഓവർ ക്രൗഡിംഗ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. 5. ഡിസീസ് കൺട്രോൾ. അസുഖങ്ങൾ വന്നാൽ അത് മുട്ടയുടെ ഗുണമേന്മയെ ബാധിക്കും. 6. ഹാൻഡ്ലിംഗ് ഓർ കളക്ടിങ് എഗ്സ്. ഒരു ലെയർ ഫാമിൽ എല്ലാ ദിവസവും കൃത്യമായ ഇടവേളകളിൽ മുട്ട ശേഖരിക്കേണ്ടതാണ്. ഇത് മുട്ടയുടെ പുറം തോടിൽ അഴുക്കുകൾ പറ്റുന്നതും പൊട്ടലുകളോ മറ്റ് ഡാമേജുകളോ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. മുട്ട പാക്ക് ചെയ്യുന്നതിന് മുന്നേ തണുപ്പിക്കുകയും ശരിയായ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി റേഞ്ചിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി കൂട്ടുന്നു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ക്ലച്ച് എന്താണെന്നും മോൾട്ടിങ്ങും ബ്ലീച്ചിങ്ങും മുട്ട ഉൽപ്പാദനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പഠിച്ചു അല്ലേ? ലെയർ പ്രൊഡക്ഷൻ ഇൻഡിസസ്, മുട്ട ഉൽപ്പാദന സൂചകങ്ങൾ ആയ HDEPയും HHEPയും, അതായത് ഹെൻ ഡേ എഗ് പ്രൊഡക്ഷനും ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. മറ്റു സൂചകങ്ങളായ എഗ് മാസ്, FCR, അതായത് തീറ്റ പരിവർത്തന ശേഷി, ഫീഡ് കൺവേർഷൻ റേഷ്യോ എന്നിവയും പഠിച്ചു. FCR പെർ കിലോഗ്രാം എഗ് മാസും പെർ ഡസൻ എഗ്സും മനസ്സിലായി. ഒപ്പം നല്ല ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിനായി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. Questions. Write down the importance of molting and bleaching in layers. മുട്ടക്കോഴികളിലെ ബ്ലീച്ചിങ്ങിൻ്റെയും മോൾട്ടിങ്ങിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് എഴുതുക. 2. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോൾട്ടിങ് ആൻഡ് ബ്ലീച്ചിങ്. മോൾട്ടിങ്ങും ബ്ലീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 3. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ HDEP ആൻഡ് HHEP. HDEPയും HHEPയും വേർതിരിച്ച് എഴുതുക. രണ്ടാമത്തെ സെഷനായ അറേഞ്ച്മെന്റ്സ് ഫോർ സേഫ്ലി ആൻഡ് ടൈംലി കളക്ഷൻ, ഹാൻഡ് ഓർ ഓട്ടോമേറ്റഡ് സിസ്റ്റം, ക്ലീനിങ് ആൻഡ് വാഷിംഗ്, മാനുവൽ ഓർ ഓട്ടോമേറ്റഡ്, ആൻഡ് പാക്കിംഗ് ഓഫ് എഗ്സ്, മാനുവൽ ആൻഡ് ഓട്ടോമേറ്റഡ് എന്ന ടോപ്പിക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കളക്ഷൻ ഓഫ് എഗ്സ്. കൃത്യമായ ഇടവേളകളിൽ മുട്ട ശേഖരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇറ്റ് വിൽ പ്രിവെന്റ് ഹെൻസ് ഫ്രം ബ്രൂഡിംഗ് എഗ്സ് ഓർ ട്രൈയിങ് ടു ഈറ്റ് ദം and will prevent the eggs from becoming damaged or dirty. കൃത്യമായ ഇടവേളകളിൽ മുട്ട ശേഖരിക്കുന്നത് കൊണ്ട് കോഴികൾ അതിൽ അടയിരിക്കുന്നതും അത് പൊട്ടിച്ച് കുടിക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കുന്നു. മുട്ടയുടെ പുറം തോട് അഴുക്കാകുന്നതും
പൊട്ടലുകളോ മറ്റ് ഡാമേജുകളോ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. മുട്ട ശേഖരിക്കുന്നതിനായി മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് രീതി ഉപയോഗിക്കാവുന്നതാണ്. സ്മോൾ പൗൾട്രി ഫാമുകളിൽ മാനുവൽ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ ഓരോ 5 ലെയേഴ്സിനും ഒരു നെസ്റ്റ് ബോക്സ് എങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ നല്ല ഉണങ്ങിയ വൃത്തിയുള്ള ലിറ്റർ മെറ്റീരിയൽ കൊടുക്കുന്നത് മുട്ട പൊട്ടിപ്പോകുന്നതും അഴുക്ക് പുരളുന്നതും തടയാൻ സഹായിക്കും. കേജ് സിസ്റ്റത്തിൽ മുട്ട ശേഖരിക്കാനായി ഒരു എഗ് ട്രേ അല്ലെങ്കിൽ ഓരോ ലെയറിലും മുട്ട ശേഖരിക്കാനായി എഗ് ബെൽറ്റുകൾ ഉണ്ടാകും. മിക്കവാറും ബേർഡ്സ് രാവിലെ തന്നെ മുട്ട ഇടുന്നത് കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് മുട്ട ശേഖരിക്കാവുന്നതാണ്. സാധാരണ ഒരു ദിവസം 2 നേരമെങ്കിലും ശേഖരിക്കുന്നത് നല്ലതാണ്. ചൂട് കാലാവസ്ഥയിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടാവുന്നതാണ്. എഗ്സ് കളക്ട് ചെയ്യാനായി പ്ലാസ്റ്റിക് ആവരണമുള്ള വയർ ബാസ്ക്കറ്റുകളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇവ ക്ലീൻ ചെയ്യാനും ഡിസിൻഫെക്ഷൻ ചെയ്യാനും എളുപ്പവുമാണ്. മെറ്റൽ കണ്ടെയ്നേഴ്സ് സാധാരണ ഉപയോഗിക്കാറില്ല. ഇവയിൽ നിന്നുള്ള തുരുമ്പും മറ്റ് കണ്ടാമിനേഷനുകളും പകരുന്നത് കാരണം. ഷേപ്പ് വ്യത്യാസമുള്ളവയും പൊട്ടിയവയുമൊക്കെ ഇതിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. ഓട്ടോമാറ്റിക് എഗ് കളക്ഷൻ സിസ്റ്റം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് സ്മോൾ സ്കെയിൽ പൗൾട്രി ഫാമേഴ്സിനും മീഡിയം ലാർജ് സ്കെയിൽ പൗൾട്രി ഫാമേഴ്സിനും ഉപയോഗിക്കാവുന്നതാണ്. തൊഴിലാളികൾ കുറച്ച് മതി. ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ശബ്ദം കുറവായതിനാൽ മുട്ട ഉൽപാദന നിരക്ക് കൂടുന്നു. പൊട്ടിയ മുട്ടകളുടെ എണ്ണം കുറയ്ക്കുന്നു. ഓട്ടോമാറ്റിക് എഗ് കളക്ഷൻ സിസ്റ്റത്തിൽ ഓരോ ഷെഡിനുള്ളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട എഗ് ട്രേയിൽ അല്ലെങ്കിൽ എഗ് ബെൽറ്റുകളിൽ ശേഖരിച്ചിട്ടുണ്ടാവും. അതിനെ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും കൺവെയർ ബെൽറ്റ് ഹെഡറിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഹെഡറിൽ വിരലുകൾ പോലുള്ള പ്രൊജക്ഷൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. അതിലൂടെ ക്രോസ് കൺവെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെ ഗ്രേഡിംഗ് റൂമിലേക്ക് കൊണ്ടുപോവുകയും അവയുടെ സൈസും വെയ്റ്റും അനുസരിച്ച് ഗ്രേഡ് ചെയ്യുകയും ട്രേയിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു. എഗ് ട്രേ കൺവെയർ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഡെലിവർ ചെയ്യുന്നു. ഇതിൽ പൊട്ടിയ മുട്ടകളോ മറ്റോ ഉണ്ടെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താതെ അതിനെ നീക്കം ചെയ്യുകയും ചെയ്യാൻ എഗ് ഫിൽട്രേഷൻ സിസ്റ്റം സഹായിക്കുന്നു. ഒരു ഫാമിൻ്റെ സൈസും ഡിസൈനും അനുസരിച്ച് വിവിധ മാർഗങ്ങളിലൂടെ പ്രതിദിനം മുട്ട ശേഖരണം നടത്താവുന്നതാണ്. എലിവേറ്റേഴ്സ്, ഇവ ഒരു ഷെഡിൽ എഗ് ബെൽറ്റുകളിൽ ശേഖരിച്ചിരിക്കുന്ന മുട്ടകളെ ഒരു ക്രോസ് കൺവെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ലിഫ്റ്റ് സിസ്റ്റം, ഇത് ഒരു ഷെഡിനുള്ളിലുള്ള എല്ലാ നിരകളിലും ശേഖരിച്ചിരിക്കുന്ന മുട്ടയെ ഒരേ സമയം കളക്ട് ചെയ്യാൻ സഹായിക്കുന്നു. കർവ് കൺവേയേഴ്സ്, റോഡ് കൺവേയേഴ്സ്, മൾട്ടി ടയർ കളക്ഷൻ സിസ്റ്റം, ഇതെല്ലാം വൃത്തിയുള്ള മുട്ട ശേഖരണത്തിന് സഹായിക്കുന്നു. മുട്ട ശേഖരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ക്ലീൻ എഗ്സിനെ എപ്പോഴും ഡേർട്ടി എഗ്സിൽ നിന്ന് പ്രത്യേകം സൂക്ഷിക്കണം. മുട്ട കളക്ട് ചെയ്യുന്നത് എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സിലായിരിക്കണം. വയർ ബാസ്ക്കറ്റ്സിലോ പ്ലാസ്റ്റിക് ഫ്ലാറ്റുകളിലോ ആയിരിക്കണം. ഇത് മെറ്റലിൽ നിന്നും തുരുമ്പ് പിടിക്കുകയോ മറ്റ് കണ്ടാമിനേഷൻ മുട്ടയിൽ വരാതിരിക്കുന്നതിന് സഹായിക്കും. മുട്ട ഫില്ലർ ട്രേകളിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒത്തിരി ഉയരത്തിൽ അടുക്കി വയ്ക്കാതിരിക്കുക. ബാസ്ക്കറ്റ് ആണ് എങ്കിൽ 5 ലെയറും പ്ലാസ്റ്റിക് ഫ്ലാറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 റോയും വച്ചാൽ മതിയാകും. മുട്ട എപ്പോഴും 15 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിലും 70% ഹ്യൂമിഡിറ്റി ഉള്ള സ്റ്റോറേജ് ഏരിയയിലായിരിക്കണം വയ്ക്കേണ്ടത്. 29 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ പോവുകയാണെങ്കിൽ ഫെർട്ടൈൽ എഗ് ആണ് എങ്കിൽ അതിൽ എംബ്രിയോ വളരാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും
മുട്ടയെ കളക്ട് ചെയ്ത ഉടനെ തന്നെ തണുപ്പിക്കാൻ പാടില്ല. കാരണം എഗ് ഷെല്ല് ചുരുങ്ങാനും അതിന് പുറമെയുള്ള ഡേർട്സും ബാക്ടീരിയ എല്ലാം എഗ്ഗിൻ്റെ പോഴ്സിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വാഷ് ചെയ്യുന്നത് വരെ സ്ഥിരമായ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജിൽ നിന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റുമ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ മുട്ടയുടെ പുറത്ത് വെള്ളം കണ്ടൻസ് ചെയ്യാനും ആ വെള്ളത്തിലൂടെ ഷെല്ലിനുള്ളിലേക്ക് മൈക്രോ ഓർഗാനിസംസ് കടക്കാനും സാധ്യതയുണ്ട്. ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഓഫ് എഗ്സ്. കുറച്ച് മാത്രം അഴുക്കുള്ള മുട്ടയാണെങ്കിൽ ഒരു എഗ് ബ്രഷോ പേപ്പർ ടവലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. ഒത്തിരി ഡേർട്സ് ഉള്ള എഗ് ആണ് എങ്കിൽ അതിനെ നമുക്ക് ഡിസ്പോസ് കളയുന്നതായിരിക്കും നല്ലത്. ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തായാലും അതിനെ 100 ppm ക്ലോറിനിൽ 20 മിനിറ്റ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും ഉപയോഗിക്കാവൂ. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ ശേഖരിക്കുന്ന മുട്ടയിൽ ഷെഡിനുള്ളിലുള്ള മാലിന്യങ്ങൾ മിക്കവാറും പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. മുട്ടയുടെ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടുന്നതിനായി അത് കഴുകി വൃത്തിയാക്കുക എന്നത് തന്നെയാണ് എഫക്റ്റീവും ഏറ്റവും ലളിതവുമായ മാർഗം. കഴുകുന്ന വെള്ളം ബാക്ടീരിയ ഒന്നും ഇല്ലാത്തത് ആയിരിക്കണം. ഇതിനായി പ്രത്യേകിച്ച് മണമൊന്നുമില്ലാത്ത ഡിറ്റർജൻറ്റോ സാനിറ്റൈസറോ കലർന്ന വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മുട്ട എപ്പോഴും കഴുകുമ്പോൾ കുറച്ച് ചൂട് ഉള്ള വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. ഇത് മുട്ടയുടെ കണ്ടൻസ് ഒന്ന് വീർക്കാനും മുട്ടയുടെ തോടിൽ പിടിച്ചിരിക്കുന്ന ഡേർട്സിനെ തള്ളി പുറത്തേക്ക് കളയാനും സഹായിക്കുന്നു. പലതരത്തിലുള്ള ഓട്ടോമേറ്റഡ് എഗ് വാഷേഴ്സ് അവൈലബിൾ ആണ്. മാനുവൽ ലോഡിംഗ് ടൈപ്പ് ആണെങ്കിൽ നമ്മളത് ലോഡ് ചെയ്യേണ്ടി വരും. ഫുൾ ഓട്ടോമേറ്റഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് കൺവെയർ ടൈപ്പ് എഗ് വാഷറുകൾ ലഭ്യമാണ്. മുട്ടയെ നമുക്ക് ഡ്രൈ ക്ലീനിങ്ങിലൂടെയോ വെറ്റ് ക്ലീനിങ്ങിലൂടെയോ വൃത്തിയാക്കാവുന്നതാണ്. ഡ്രൈ ക്ലീനിങ്ങിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിസ്പോസ് ചെയ്യാവുന്ന പേപ്പർ ടവൽസ് ആണ് നല്ലത് മുട്ട വൃത്തിയാക്കാൻ. ഉണങ്ങിയ തുണി അല്ലെങ്കിൽ ഡ്രൈ ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യമായ സപ്ലൈ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ഓരോ പ്രാവശ്യവും വൃത്തിയുള്ള തുണിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും അഴുക്ക് ആ തുണിയിൽ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അഴുക്കായ തുണികളെ നന്നായി കഴുകി സാനിറ്റൈസ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മുട്ട ക്ലീൻ ചെയ്യുന്നതിനായി തുണിയോ മറ്റ് മെറ്റീരിയലുകളോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആഹാരവുമായി കോണ്ടാക്റ്റിൽ വന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കാം. അഴുക്കുള്ള മുട്ട ക്ലീൻ ചെയ്യുമ്പോൾ നനഞ്ഞ തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. തുണി നനയ്ക്കാനായി ഉപയോഗിക്കുന്ന വെള്ളം സാനിറ്റൈസ് ചെയ്തതും കൃത്യമായ ഇടവേളകളിൽ മാറ്റുന്നതുമായിരിക്കണം. ഡിറ്റർജൻസും സാനിറ്റൈസേഴ്സും ആഹാരവുമായി കോണ്ടാക്റ്റ് വന്നാലും പ്രശ്നമില്ലാത്തവ ആയിരിക്കണം. മാനുഫാക്ചേഴ്സ് പറയുന്ന സ്പെസിഫിക്കേഷൻസിൽ മാത്രമേ അവ ഉപയോഗിക്കാവൂ. നനഞ്ഞ തുണി സാനിറ്റൈസ് ചെയ്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് റിൻസ് ചെയ്യുകയും അതായത് ഒന്ന് നനച്ചെടുക്കുകയും നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രം മുട്ടയുടെ പുറത്ത് ഉപയോഗിക്കുക. നനഞ്ഞ തുണി മുട്ടയിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വെള്ളം നിലനിൽക്കാൻ പാടില്ല. പെട്ടെന്ന് ഉണങ്ങുന്ന തരത്തിൽ ചെറിയ ഒരു നനവ് മാത്രമേ അതിൻ്റെ സർഫസിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പാക്കേജിംഗ് ഓഫ് ഷെൽ എഗ്സ്. എത്രയൊക്കെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്താലും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് മുട്ട. അതിലൂടെ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്താണ് പാക്കിംഗ്? ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രിപ്പയറിംഗ് പ്രോഡക്ട്സ് ഫോർ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഇവൻച്വലി സെയിൽ. ഒരു ഉൽപ്പന്നത്തെ സംഭരണ ആവശ്യങ്ങൾക്കോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ ആയി തയ്യാറാക്കി എടുക്കുന്ന ഒരു കലയാണ് പാക്കിംഗ്. എന്താണ് പാക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ എഗ്സ് ഫ്രം എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് മുട്ടയെ സംരക്ഷിക്കുന്നു? മൈക്രോ ഓർഗാനിസംസ്, നാച്ചുറൽ പ്രിഡേറ്റേഴ്സ്, മോയ്സ്ചർ ലോസ്, ടെയിൻറ്റിംഗ് മറ്റ് കറകൾ തട്ടിപ്പിടിക്കുന്നതിൽ നിന്ന്, ടെമ്പറേച്ചേഴ്സ് ദാറ്റ് കോസ് ഡിറ്റീറിയേഷൻ
മുട്ടയുടെ ഗുണമേന്മ വ്യതിയാനം വരുത്തുന്ന താപനില വ്യത്യാസങ്ങളിൽ നിന്ന് പോസിബിൾ ക്രഷിംഗ് വിൽ ബി ഹാൻഡിൽ സ്റ്റോർഡ് ഓർ ട്രാൻസ്പോർട്ടഡ്. കൈകാര്യം ചെയ്യുമ്പോഴോ സ്റ്റോർ ചെയ്യുമ്പോഴോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മുട്ട പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത്? പാക്കിങ്ങിലൂടെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടാണ് ചെയ്യുന്നത്, എത്ര ദൂരം ട്രാവൽ ചെയ്യണം, കാലാവസ്ഥ എങ്ങനെയാണ്, എത്ര ടൈം വേണ്ടി വരുന്നു, അതിനാവശ്യമായ കോസ്റ്റ്, ഇവയൊക്കെ പരിഗണിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് പാക്കിംഗ്. പാക്കേജിംഗ് മെറ്റീരിയൽ ശുദ്ധമായ വായുസഞ്ചാരം ഉറപ്പാക്കുന്നവ ആയിരിക്കണം. മെറ്റീരിയൽ ക്ലീൻ ആയിരിക്കണം, പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്തവ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഈർപ്പം അബ്സോർബ് ചെയ്യാത്തവ ആയിരിക്കണം. സാധാരണ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ് എങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്, റീയൂസബിൾ ആണ്. പക്ഷെ അവ ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡാമേജോ ഓർഡറോ ഇല്ല എന്നും ക്ലീൻ ആണെന്നും ഉറപ്പുവരുത്തണം. പാക്കേജിംഗ് എപ്പോഴും ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും തരണം ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് കൊണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്നും ഹ്യൂമിഡിറ്റിയിൽ നിന്നും സംരക്ഷിക്കുന്നതും ആയിരിക്കണം. ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീനിൽ മുട്ടയെ ട്രേയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഡിറ്റാച്ചബിൾ റോളേഴ്സ് സഹായിക്കുന്നു. ഓരോ മുട്ടയെയും ട്രേയിൽ വയ്ക്കുന്നതിന് മുന്നേ ഡിസ്കിൻ്റെ സഹായത്തോടു കൂടി ബ്രോഡ് എൻഡ് മുകളിൽ വരുന്ന തരത്തിൽ ക്രമീകരിക്കുന്നു. ട്രേ സ്റ്റാക്കർ മുട്ടയുടെ ട്രേയെ 6 ട്രേകളുള്ള ഒരു സെറ്റാക്കി ക്രമീകരിക്കുന്നു. ഡ്രോപ്പ് സെറ്റ് ഓരോ ട്രേയെയും ട്രാൻസ്പോർട്ടിംഗ് ലെയിനിലേക്ക് കൊണ്ടുവരികയും പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പാക്കർ ഹെഡിൻ്റെ സ്പീഡും അക്യുമുലേറ്ററിൻ്റെ സ്പീഡും എല്ലാം ക്രമീകരിക്കാവുന്നതാണ്. മാനുവലി മുട്ട പാക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ബാസ്ക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഫില്ലർ ട്രേ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ പ്ലാസ്റ്റിക്കോ വുഡ് പൾപ്പ് കൊണ്ടോ നിർമ്മിച്ചവയും ഉപയോഗിക്കാവുന്നതാണ്. റീറ്റെയിൽ സെയിലിന് പോളിസ്റ്റീറിൻ ബോക്സസിൽ പാക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 മുതൽ 12 മുട്ട വരെ പാക്ക് ചെയ്യാവുന്നതാണ്. ലേബലിംഗ്. ഒരു വസ്തു ലേബൽ ചെയ്ത് വിൽക്കുന്നതിലൂടെ ആ വസ്തുവിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വാങ്ങുന്ന ആളിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുട്ടയെ സംബന്ധിച്ച് അതിൻ്റെ സൈസ്, വെയിറ്റ്, ക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രേഡ് ഒക്കെ അറിയാൻ സഹായിക്കുന്നു. ലേബലിൽ അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണെന്നും മുട്ട ശേഖരിച്ചത് എന്നാണ് എന്നും അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഒക്കെ ലേബൽ ചെയ്തിട്ടുണ്ടാവും. സ്റ്റോറേജ് ഓഫ് എഗ്സ്. മുട്ടയുടെ ഗുണമേന്മ നഷ്ടപ്പെടാതെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. മുട്ട വയ്ക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. മുട്ട കഴുകിയതോ നനവുള്ളതോ ആയിരിക്കരുത്. മുട്ട സൂക്ഷിക്കുമ്പോൾ ബ്രോഡ് എൻഡ് മുകളിൽ വരുന്ന രീതിയിലും പോയിന്റഡ് ആയിട്ടുള്ള എൻഡ് താഴെ വരുന്ന രീതിയിലുമായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം. പാക്കേജിംഗ് മെറ്റീരിയൽ പുതിയതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, മണമൊന്നും ഇല്ലാത്തത് ആയിരിക്കണം. മുട്ടയിൽ നിന്നുള്ള ഈർപ്പം നഷ്ടം ഏറ്റവും കുറഞ്ഞ തോതിൽ ആയിരിക്കണം. മുട്ട സൂക്ഷിക്കുന്ന മുറിയിൽ കറകളോ മറ്റു മാലിന്യങ്ങളോ പകരുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ റൂം കൃത്യമായ ഇടവേളകളിൽ മണമൊന്നുമില്ലാത്ത ഡിറ്റർജൻറ്റോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്. ആ മുറിയിലേക്ക് നല്ല ശുദ്ധമായ വായു ലഭ്യത ഉറപ്പാക്കണം. മുട്ടയിലേക്ക് വായു ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. കഴിയുന്ന തരത്തിൽ മുട്ടയുടെ ഇൻറ്റീരിയർ ക്വാളിറ്റി കൃത്യമായ ഇടവേളകളിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. മുട്ട എന്നാണ് സൂക്ഷിച്ചു തുടങ്ങിയതെന്ന് അന്നത് രേഖപ്പെടുത്തിയിരിക്കണം. കുറച്ച് അധികം നാൾ മുട്ട സൂക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ മുട്ടയുടെ ഗുണമേന്മ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ലൈം വാട്ടർ മെത്തേഡ്, വാട്ടർ ഗ്ലാസ് മെത്തേഡ്, ഓയിൽ ട്രീറ്റ്മെൻറ്റ്, തെർമോസ്റ്റെബിലൈസേഷൻ, യൂസിങ് ഗ്ലാസസ്, ഡ്രൈയിങ്, റെഫ്രിജറേഷൻ, ഫ്രീസിങ് എന്നിവ ഉദാഹരണങ്ങളാണ്.
ഒന്നാം യൂണിറ്റിലെ 2ാം സെഷനിൽ മുട്ട ശേഖരണം, വൃത്തിയാക്കൽ, പാക്ക് ചെയ്യൽ എന്നിവയുടെ വിവിധ മാർഗങ്ങൾ, അവയുടെ നേട്ടങ്ങൾ, ഓരോന്നിലും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും പഠിച്ചു അല്ലേ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. Questions. Write down the advantages of automatic food collection system. Automatic food collection system ഗുണങ്ങൾ എഴുതുക. What are the points to be considered while collecting eggs? മുട്ട ശേഖരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എഴുതുക. Write down the importance of packaging of shell eggs. മുട്ട തോടോടുകൂടി പാക്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എഴുതുക. What are the factors to be considered for successful storage of egg? മുട്ട സൂക്ഷിക്കുന്നതിന്റെ വിജയം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. 3ാമത്തെ സെഷനായ അറേഞ്ച്മെന്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എഗ്സ് എന്ന പാഠഭാഗം നോക്കാം. ഒരു മുട്ട ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. റിക്വയർമെന്റ്സ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് എഗ്സ്. മുട്ട ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യകതകൾ? Good packaging material, careful handling, protection against temperature when transport needs more time. നല്ല പാക്കേജിംഗ് മെറ്റീരിയൽ വേണം, സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. 5 മുതൽ 6 ദിവസത്തിൽ കൂടുതൽ ദിവസം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ് എങ്കിൽ താപനില വ്യതിയാനങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷന് എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അവോയ്ഡ് കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ ഓൺ എഗ്സ്, അവോയ്ഡ് എക്സസീവ് ഷേക്കിംഗ്, stack tightly and tie down securely to minimize movements, cover to protect from sun, heat, rain and extreme climate, preferably use refrigerated vans. മുട്ടയുടെ മുകളിൽ വെള്ളം കണ്ടൻസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കൂടുതൽ കുലുങ്ങാത്ത രീതിയിൽ ക്രമീകരിക്കുക. മുട്ടയുടെ ട്രേസ് അടുക്കുന്നത് നല്ല ടൈറ്റായിട്ട് അടുക്കുക. കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ കെട്ടിവെക്കുക. സൂര്യനിൽ നിന്നും, ചൂടിൽ നിന്നും, മഴയിൽ നിന്നും, എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ കവർ ചെയ്യുക. റെഫ്രിജറേറ്റഡ് വാനുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. നമുക്ക് പല ആവശ്യങ്ങൾക്കായി മുട്ട ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലേ? അത് ഷെഡിൽ നിന്ന് ഗ്രേഡിംഗ് റൂമിലേക്കാവാം, മറ്റ് ഫാമുകളിലേക്കാവാം, പ്രോസസ്സിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അടുത്തേക്കാവാം. അതിനായി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പഠിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക. Question. What are the precautions to be taken for transportation of eggs? മുട്ട ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്?